സിന്ദൂരരേഖ ഭാഗം 34. ഉണ്ണി അമ്മയെയും അമ്മാളുവിനെയും ഒന്ന് നോക്കിക്കൊണ്ട് പിന്നിലെ സീറ്റ് തുറക്കാനൊരുങ്ങി. അവർ രണ്ടുപേരും സംശയത്തോടെ ഉണ്ണിയെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. എന്നെ ആരും പിടിക്കണ്ട. ഐ ഐ നോ ഐ നോ ഹൗ ടു ഗെറ്റ് ഓഫ്. പെട്ടെന്നാണ് കാറിൻ്റെ ഉള്ളിൽ നിന്നും മനുവിൻ്റെ ശബ്ദം കേട്ടത്. പക്ഷേ അവൻ സംസാരിക്കുന്ന രീതി കേട്ടപ്പോൾ തന്നെ അവൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും തന്നെ മനസ്സിലായി. അത് മനസ്സിലായ പോലെ അമ്മാളുവിൻ്റെ മനസ്സിൽ നിമിഷ നേരം കൊണ്ട് ഒരു കല്ലെടുത്ത് വെച്ചതുപോലുള്ള ഭാരം അനുഭവപ്പെട്ടു. ഉണ്ണി അവനെ പിടിച്ച് കാറിന്ന് പുറത്തിറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനനുവദിക്കാതെ മനു ഒറ്റയ്ക്ക് പുറത്തേക്കിറങ്ങി. ഒറ്റയ്ക്ക് നേരെ നിൽക്കാനാവുന്നില്ലെങ്കിലും സഹായിക്കാൻ ഒരുങ്ങുന്ന ഉണ്ണിയെ അവൻ കൈകൊണ്ട് തട്ടി മാറ്റുക തന്നെയായിരുന്നു. ഐ ടോൾഡ്, എന്നെ ആരും പിടിക്കാൻ വരണ്ട. അത് പറഞ്ഞ് ഉണ്ണിയെ നീക്കി നിർത്തിക്കൊണ്ട് അവൻ ഒരു കണക്കിന് കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി രണ്ട് കാലിൽ നിന്നു. ആ, രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മയെയും അമ്മാളുവിനെയും നോക്കിക്കൊണ്ട് ഒരുതരം പരിഹാസ ചുവയോടെ ആയിരുന്നു അവൻ അത് ചോദിച്ചത്. അത് കേട്ടിട്ടും അമ്മ അവൻ്റെ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം ഗൗരവത്തോടെ നോക്കി നിൽക്കുന്നതല്ലാതെ അതിന് മറുപടി പറയാനോ അവനെ എതിർത്ത് സംസാരിക്കാനോ ഒന്നിനും നിന്നില്ല. ഉണ്ണി, അവനെ പിടിച്ചകത്തേക്ക് കയറ്റ്. ഗൗരവത്തോടെ അത് പറഞ്ഞ് അമ്മ അവനെ നോക്കാതെ അകത്തേക്ക് കയറിപ്പോയിരുന്നു. അമ്മാളു അപ്പോഴും ഏതോ ലോകത്തെന്നതുപോലെ അവനെയും ഉണ്ണിയെയും നോക്കി തന്നെ നിൽക്കുകയായിരുന്നു. വീണ്ടും ഉണ്ണി അവനെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനു അവനെ അകറ്റി നിർത്തുക തന്നെയായിരുന്നു. അമ്മ പോയോ? അതെന്താ മാതാജി ഒന്നും പറയാതെ പോയത്? അവൻ ഉണ്ണിയെ നോക്കി അമ്മ പോയി കഴിഞ്ഞപ്പോൾ തന്നെ സംശയത്തോടെ ചോദിച്ചു. അവൻ അങ്ങനെ ചോദിച്ചിട്ടും ഉണ്ണി മറുപടിയൊന്നും പറഞ്ഞില്ല. ഏട്ടൻ അകത്തേക്ക് കയറാൻ നോക്ക്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകളുള്ളതാണ്. അതിനിപ്പോൾ എന്താ? എൻ്റെ വീടിൻ്റെ മുറ്റം. അതൊക്കെ ശരിയാണ്, ഏട്ടനൊന്ന് അകത്തേക്ക് കയറ്. കയറാം. അതിന് നീ എന്തിനാ എന്നെ പിടിക്കുന്നത്? എനിക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ അറിയാം. അത് പറഞ്ഞ് ഉണ്ണി താങ്ങി പിടിക്കുന്ന അവൻ്റെ കൈകൾ അവൻ വീണ്ടും തട്ടിയെറിഞ്ഞു. ഉണ്ണി ദയനീയമായിട്ട് അവനെ വീണ്ടും നോക്കുന്നുണ്ട്. ആ, വഴിയിൽ തന്നെ എൻ്റെ ഭാര്യ നിൽക്കുന്നുണ്ടല്ലോ, ദ ഗ്രേറ്റ് സംസ്കൃതി മാനവ് വർമ്മ. അവൻ കളിയാക്കുന്ന രീതിയിലാണ് അത് പറഞ്ഞത്. എന്തുകൊണ്ടോ അവൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന വിഷമം ഒന്നുകൂടി അധികരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കരയരുത് എന്ന് വിചാരിച്ച് തടഞ്ഞു നിർത്തിയിരുന്ന കണ്ണുനീർ ഇപ്പോൾ നിയന്ത്രണമില്ലാതെ ഒഴുകിപ്പോകും എന്നവൾക്ക് തോന്നി. ഒന്നും മിണ്ടാതെ തേങ്ങലടക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് ഓടി. അവൾ അങ്ങനെ പോകുന്നത് കണ്ടതും ഉണ്ണിക്ക് നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എങ്ങനെയൊക്കെയോ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഉണ്ണി ഒരു കണക്കിന് അവനെ താങ്ങിപ്പിടിച്ച് വീടിനകത്തേക്ക് എത്തിച്ചു. താഴത്തെ തന്നെയുള്ള ഏതെങ്കിലും മുറിയിൽ കിടക്കാൻ പറഞ്ഞിട്ട് അതിന് സൗകര്യമില്ല, പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ മുകളിലെ മുറിയിലേക്ക് തന്നെ നടന്നു. അവൻ മുകളിലേക്കുള്ള പടികൾ കയറുമ്പോഴും ഉണ്ണി പലപ്പോഴും അവൻ വീഴാൻ ഒരുങ്ങുമ്പോൾ അവനെ താങ്ങി നിർത്താൻ ഒരുങ്ങിയെങ്കിലും അവൻ്റെ കൈകളെ തട്ടിയെറിഞ്ഞുകൊണ്ട് പടിയുടെ അരികിലായി ഫിറ്റ് ചെയ്തിരിക്കുന്ന റൈലിങ്ങിൽ പിടിച്ചുകൊണ്ട് അവൻ ആടി മുകളിലേക്കെത്തി. മുകളിലെ തങ്ങളുടെ റൂമിൽ കട്ടിലിൻ്റെ താഴെയിരുന്ന് തേങ്ങി കരയുകയായിരുന്നു അമ്മാളു. അതൊരിക്കലും ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുത്തതോർത്തായിരുന്നില്ല, മറിച്ച് മനുവിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമായിരുന്നു. അവൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം താനാണ് എന്നൊരു ചിന്ത അവളിൽ നിറഞ്ഞു. ഓരോന്നും ആലോചിച്ച് മുട്ടിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു കൊണ്ട് അവൾ തേങ്ങിക്കരഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ മലർക്കെ തുറക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും അതാരാണെന്ന് മനസ്സിലാക്കാൻ അവൾക്കധികം സമയം വേണ്ടി വന്നില്ല. മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ അവൻ അങ്ങനെ തന്നെ കട്ടിലിലേക്ക് മലർന്നു കിടന്നു. അവനങ്ങനെ കിടന്നു കഴിഞ്ഞതും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഉണ്ണി പുറത്തേക്കിറങ്ങി. ദ ഗ്രേറ്റ് ഡോക്ടർ മാനവ് വർമ്മ, ദ ബിഗസ്റ്റ് ഫെയിലിയർ, ദ ബിഗസ്റ്റ് ബേവ്കൂഫ്. ഒരു മന്ത്രണം എന്നതുപോലെ അവൻ ഇത് തന്നെ തലങ്ങും വിലങ്ങും പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ അറിയാതിരിക്കാൻ പുറത്തേക്ക് വരുന്ന കരച്ചിൽ ചീളുകൾ അവൾ കൈകൊണ്ട് ഒതുക്കി പിടിച്ചു. അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ അവൻ്റെ ശബ്ദത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് കേട്ടതും അവൻ ഉറങ്ങിപ്പോവുകയാണ് എന്നവൾക്ക് മനസ്സിലായി. അതുവരെ അവൾ ശബ്ദമുണ്ടാക്കാതെ അവനെ ശല്യം ചെയ്യാതിരുന്നു. അവൻ പൂർണ്ണമായി ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ കാലുകളും കൈയും എല്ലാം കട്ടിലിൽ നിന്ന് പുറത്തേക്ക് വീണ് കിടക്കുകയായിരുന്നു. അതൊക്കെ കട്ടിലിലേക്ക് എടുത്തു വെച്ച് കാലിൽ കിടന്നിരുന്ന സോക്സൊക്കെ ഊരി മാറ്റി AC ഓൺ ചെയ്ത് പുതപ്പ് വിരിച്ചു കൊടുത്തു. അവനെ വെറുതെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ താൻ അവനെ പ്രണയിച്ചു തുടങ്ങിയതും അവനെ ആദ്യമായിട്ട് കണ്ടതും അവനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളും ആരും അറിയാതെ 10 വർഷം അവനെ സ്നേഹിച്ചതുമൊക്കെ അവളുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നുപോയി. ഒന്ന് കാണുക പോലും ചെയ്യാതെ വെറും കേട്ടുകേൾവി കൊണ്ട് മാത്രം പ്രണയിച്ചു തുടങ്ങിയതാണ് മനുവേട്ട ഞാൻ നിങ്ങളെ. ആഗ്രഹിച്ച് സ്വന്താക്കിയതാണ് ഞാൻ നിങ്ങളെ. നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ.
ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ എന്നിലെ പ്രണയിനിയുടെ സ്വാർത്ഥതയാകാം ഇത്. അങ്ങനെ പറഞ്ഞാലും ഞാൻ നിഷേധിക്കില്ല. എങ്കിലും ഇനി ഭഗവാൻ നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാൽ പോലും നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ പോകില്ല. അങ്ങനെ പോകുവാണെങ്കിൽ അന്ന് സംസ്കൃതിയുടെ മരണമായിരിക്കും. അവനെ അങ്ങനെ നോക്കിയിരുന്നു കൊണ്ട് കട്ടിലിലേക്ക് എടുത്തു വെച്ച അവൻ്റെ കൈകളിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൾ മനസ്സിൽ അന്നേരം തീരുമാനമെടുത്തിരുന്നു. അച്ഛനും അമ്മയും താനും അനിയനും മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. അച്ഛന് എന്നോടായിരുന്നു സ്നേഹം കൂടുതൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും കാര്യമായിട്ടാണ് അച്ഛൻ തന്നെ കെയർ ചെയ്തിരുന്നത്. അച്ഛൻ ദേവർമഠം തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവിടെ തന്നെ ആയിരുന്നു. പിന്നീട് അവിടെ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ആയപ്പോൾ അത് നിർത്തി. ഇപ്പോൾ പഞ്ചായത്തിൽ താൽക്കാലികമായിട്ട് കരാർ അടിസ്ഥാനത്തിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായിട്ട് പറഞ്ഞാൽ താൻ 9ൽ പഠിക്കുമായിരുന്നു. അന്നാണ് ദേവർമഠം തറവാട്ടുകാരുമായി അച്ഛൻ എന്തോ പ്രശ്നം ഉണ്ടായി തുടങ്ങിയത്. അവിടെ എന്തായിരുന്നു പ്രശ്നമുള്ളതെന്ന് അച്ഛൻ ഇതുവരെ ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ചിലപ്പോൾ അമ്മയ്ക്ക് അറിയാമായിരിക്കും. എങ്കിലും എന്നോടും അനിയനോടും എന്താണ് കാര്യമെന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. അനിയൻ അന്നേരം ചെറുതായിരുന്നു. സ്കൂളിൽ നിന്ന് വരുന്ന വഴി ക്ലാസ്സിൽ നിന്ന് അവനെയും വിളിച്ചിട്ടാണ് താൻ വരാറുള്ളത്. പക്ഷേ അന്ന് വീട്ടിൽ അനിയനുമായിട്ട് കയറി വരുമ്പോൾ അച്ഛനെയും അമ്മയെയും കാണാതെ വന്നതും അത് ഞങ്ങളിൽ ഒരുപോലെ പരിഭ്രാന്തി പടർത്തി. അപ്പുറത്തെ വീട്ടിലുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അമ്മ ധൃതി പിടിച്ച് ഓട്ടോയിൽ കയറി പോകുന്നുണ്ടായിരുന്നു എന്ന് മാത്രം അറിയാൻ പറ്റി. വാതിൽ പോലും അടച്ചിട്ടില്ലാത്തത് കണ്ടപ്പോൾ അകത്തേക്ക് കയറിയിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് അവിടെ തന്നെ ഇരുന്നു. അന്നേരമാണെങ്കിൽ വീട്ടിലാകെ ഉണ്ടായിരുന്നത് ഒരു ഫോണായിരുന്നു. അതിലേക്ക് വിളിക്കാമെന്ന് കരുതിയപ്പോൾ ഫോൺ ദാ വീട്ടിലിരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും അനിയനും വീട്ടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. 4:30 ആയപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതാണ്. വിശന്ന് ഒരുപാട് നേരം അച്ഛനെയും അമ്മയെയും കാത്തിരുന്നു. ഒടുക്കം 7 മണി കഴിഞ്ഞപ്പോൾ വീടിന് മുൻപിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത് കണ്ടു. ആരാണെന്ന് അറിയാത്തത് കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി നോക്കാനൊന്നും പോയില്ല. പക്ഷേ പുറത്ത് ജനലിലൂടെ നോക്കിയപ്പോൾ അത് അച്ഛനും അമ്മയും ആണെന്ന് കണ്ടു. പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ അച്ഛനെ താങ്ങി പിടിച്ചാണ് അമ്മ ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്കിറക്കുന്നത്. അത് കണ്ടപ്പോൾ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ പറ്റിയതച്ഛാ? അച്ഛൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ അമ്മാളുവിൻ്റെ ഉള്ളിൽ ആകെ വ്യസനമായി. ഇപ്പോൾ കരയുന്ന രീതിയിലായിരുന്നു അവൾ അച്ഛനോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചത്. ഒന്നുമില്ല മക്കളെ, അച്ഛനൊന്ന് അകത്തേക്ക് കയറട്ടെ. അത് പറഞ്ഞ് ഏന്തി വലിഞ്ഞ് അച്ഛൻ വീടിനകത്തേക്ക് പതിയെ കയറി. അത് കണ്ടതും കാര്യം എന്താണെന്നറിയാതെ ആകുലതയോടെയാണ് അമ്മാളും അകത്തേക്ക് കയറിയത്. എന്തു പറ്റിയതാ അമ്മേച്ചന്? നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അമ്മാള് വീണ്ടും ചോദിച്ചു. നീ നിന്റെ അച്ഛനോട് തന്നെ ചോദിക്കുക എവിടെയായിരുന്നു എന്ന്. ഇതൊന്നും നമുക്ക് വേണ്ടെന്ന് ഞാനൊരു 100 ആവർത്തി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. അതെങ്ങനെയാണ്? അവരുടെ അടിമയായിട്ട് അവിടെ കിടക്കുമായിരുന്നില്ലേ? ദേഷ്യത്തോടെയാണ് അമ്മ പറയാൻ ശ്രമിക്കുന്നതെങ്കിലും പറഞ്ഞു വന്നപ്പോൾ അമ്മ കരഞ്ഞു പോവുകയാണ് ചെയ്തത്. അമ്മ കരയുന്നത് കണ്ടപ്പോൾ തന്നെ അമ്മാളുവിൻ്റെ അനിയൻ കരഞ്ഞുകൊണ്ട് അമ്മയെന്ന് വിളിച്ച് അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തി. അമ്മയെ കെട്ടിപ്പിടിച്ച് കുഞ്ഞപ്പവും കരച്ചിൽ തുടങ്ങി. എന്താ കാര്യം അമ്മേ? അച്ഛനെങ്കിലും ഒന്ന് പറ, എന്താ കാര്യം? അമ്മയുടെ ദേഷ്യത്തോടെയുള്ള സംസാരവും കരച്ചിലും ഒക്കെ കണ്ടപ്പോൾ തക്കതായ വിധത്തിൽ എന്തോ കാര്യമുണ്ടെന്ന് അമ്മാളുവിന് മനസ്സിലായതാണ്. കാര്യോ? നിന്റെ അച്ഛൻ ഇത്രയും നാളും അടിമയെ പോലെ ജോലി ചെയ്തു കൊടുത്ത ആ ഒരു നശിച്ച തറവാടില്ലേ, ദേവർമഠം? അത് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ മുഖത്തേക്ക് അടക്കാനാവാത്ത ദേഷ്യം കയറി വരുന്നത് അമ്മാൾ തിരിച്ചറിഞ്ഞു. അവൾ തറവാട്ടിൽ എന്താണെന്ന രീതിയിൽ അമ്മയെ നോക്കി. ഇതിനു മുൻപ് പലതവണയും അവിടെയുള്ളവർ നിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞതാണ്. അമ്മ അത് പറഞ്ഞപ്പോൾ തന്നെ അക്കാര്യം ആദ്യമായിട്ട് അറിയുന്നത് കൊണ്ട് അമ്മാളു ഞെട്ടലോടെയാണ് അമ്മയെയും അച്ഛനെയും നോക്കിയത്. അച്ഛാ? ആ, അച്ഛൻ തന്നെ. എന്നിട്ട് ഇതുവരെ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അത് പോട്ടെന്ന് വെക്കാം, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരെ കയറേണ്ട അവസ്ഥ വന്നു. അമ്മ പറഞ്ഞതും അമ്മാളും ഞെട്ടലോടെ അച്ഛനെ നോക്കി. അയാളുടെ മുഖത്ത് കാണുന്ന വിരലടയാളം, അച്ഛൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്ന അവസ്ഥ, ഇത്രയും ആലോചിച്ചപ്പോൾ തന്നെ അവൾക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം ഏകദേശം മനസ്സിലായി. അമ്മയെ നോക്കിയപ്പോൾ അമ്മയാണെങ്കിൽ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. സുധേ, നീ ഒന്ന് നിർത്ത്. അടുക്കളയിൽ നിന്നും അമ്മ ഓരോന്ന് പദം പറയുന്നത് കേട്ടതും അച്ഛൻ ദയനീയമായിട്ട് എന്നോണം പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. ഇനി ആ തറവാടിൻ്റെ പടി നിങ്ങൾ ചവിട്ടിയാൽ പിന്നെ എന്നെ കാണില്ല നിങ്ങൾ. അമ്മ പറയുന്നതിനൊപ്പം ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് തുടച്ചു നീക്കുന്നുണ്ട്. മക്കൾ പോയി പഠിക്കാൻ നോക്ക്, ഇനി ഇവിടെ ഇരിക്കണ്ട. അമ്മാളുവിനോടും അപ്പുവിനോടുമായി അച്ഛൻ പറഞ്ഞതും അമ്മാളു വീണ്ടും വേദനയോടെ അയാളെ നോക്കി നിന്നു. അച്ഛൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ അമ്മാളുവിന് വീണ്ടും തൻ്റെ വേദനയുടെ ആഴം കൂടി വരുന്നത് പോലെയാണ് തോന്നിയത്. അച്ഛനൊന്നുമില്ല അമ്മാളു, എൻ്റെ മോള് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. അവളുടെ നോട്ടം കണ്ടതും അവളുടെ നോട്ടത്തിലെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ അച്ഛൻ അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു.
അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം രണ്ടുപേരും പഠിക്കാനെന്ന രീതിയിൽ മുറിയിലേക്ക് കയറിപ്പോയി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാട്ടോ. ബൈ.